മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് നവ്യ നായർ. ദിലീപിന്റെ നായികയായി ഇഷ്ടം എന്ന ചിത്രത്തിലൂടെയാണ് നവ്യ മലയാള സിനിമാ രംഗത്ത് എത്തുന്നത്. രഞ്ജിത്തിന്റെ നന്ദനം എന്ന സിനിമയിലായിരുന്നു ഇഷ്ടത്തിന് പിന്നാലെ നവ്യ അഭിനയിച്ചത്. ഇതിലൂടെ മികച്ച നടിയായി മാറാനും നന്ദനത്തിലൂടെ നവ്യയ്ക്ക് സാധിച്ചു. ശേഷം സിനിമയിൽ നിന്നെല്ലാം ഇടവേളയെടുത്തുവെങ്കിലും ഇപ്പോൾ തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട് താരം. ഇപ്പോഴിതാ ഒരു പൊതുപരിപാടിയിൽ വെച്ച് നവ്യ നടത്തിയ പ്രസംഗമാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. തന്റെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട സംഭവമാണ് നവ്യ പറഞ്ഞത്. നവ്യയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞാൻ പണ്ട് ഇതേ ഹോസ്പിറ്റലിൽ വന്നിരുന്നു. അപ്പൻഡിസൈറ്റിസ് ആയിട്ടായിരുന്നു വന്നത്. അന്ന് ഞാൻ പേഷ്യന്റ് ആയിരുന്നു. 10-12 വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഞാൻ ഇവിടെ വന്നിട്ട് അങ്ങനെയൊരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഡോക്ടർ സംശയത്തോടെ അതെയോ എന്ന് പറഞ്ഞു. എനിക്ക് സൂചി കണ്ടാൽ പോലും തലകറങ്ങി വീഴുന്ന സ്വഭാവമായിരുന്നു. അങ്ങനെ ഞാൻ ഭയങ്കര വേദനയായിട്ട് എത്തി. എറണാകുളത്തെ സൺറൈസ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. കീഹോൾ സർജറിയിൽ വളരെ ഫേമസ് ആണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇവിടേക്ക് വന്നത്. സർജറി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് അന്ന് ഞാൻ പറഞ്ഞത്. ഡോക്ടർ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. വെറും ആന്റിബയോട്ടിക് മാത്രം മതി എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഡോക്ടർ പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു. എനിക്ക് BP ഒക്കെ ലോ ആയിരുന്നു. പേടിക്കേണ്ട എന്നൊക്കെ അന്ന് ഡോക്ടർ വളരെ ഫ്രണ്ട്ലി ആയി പറഞ്ഞു. അടുത്ത റൂമിൽ പോയി ഒരു ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് ഓക്കെ ആകും എന്നും പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു നേഴ്സ് വന്ന് എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ തുടങ്ങി. ഞാൻ വേദനിച്ചു. എന്തു മരുന്നാണ്, എന്ത് ഇഞ്ചക്ഷൻ ആണ് എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ നേഴ്സ് അത് അനസ്തേഷ്യ പറഞ്ഞപ്പോഴേക്കും എന്റെ ബോധം പോയി. ഞാൻ ഔട്ട് കംപ്ലീറ്റ് ആയി. പിന്നെ കണ്ണു തുറക്കുന്നത് എന്റെ സർജറി കഴിഞ്ഞിട്ടാണ്. അങ്ങനെ എന്നെ ചതിച്ച ഡോക്ടർ. ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യം പറയണമെന്ന് വിചാരിച്ചതും അതാണ്. പക്ഷേ ഡോക്ടർ അങ്ങനെയെന്ന് ചതിച്ചത് കൊണ്ടാണ് 14 വർഷത്തിന് ശേഷവും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ആരോഗ്യവതിയായി നിൽക്കുന്നതെന്നും നവ്യ പറയുന്നത്. കേരള സർവകലാശാല യുവജനോത്സവ ഉദ്ഘാടന വേദിയിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത നവ്യ നടത്തിയ പ്രസംഗവും വൈറലായിരുന്നു. സീരിയസ് ആയി പറയാനുള്ള കാര്യം, ഞാൻ ഉൾപ്പെടുന്ന മേഖലയാണ് സിനിമ. പണ്ടൊക്കെ നമ്മുടെ സിനിമയിൽ കിരീടം, ചെങ്കോൽ തുടങ്ങിയ സിനിമകളിൽ ഗന്ധ്യാതനമില്ലാത്ത നായകൻ കൊലപാതകം നടത്തും. അവസാനം ആ കുത്തിയത് തെറ്റായിപ്പോയെന്ന് സേതുമാധവൻ വിതുമ്പിക്കരയുന്ന സ്ഥലത്ത് അതാണ് ഹീറോയിസം. ഒരു കുത്തല്ലെങ്കിൽ ഒന്നോ രണ്ടോ അടി, അതാണ് നമ്മുടെ സിനിമയിലെ മാക്സിമം. ഇന്ന് തോക്കുകൊണ്ടും ഒരു 50 വെടിവെക്കുകയാണ്. ചത്ത ആളിനെ പിന്നെയും വെടിവെക്കും, ഇടിച്ച ആളിനെ പിന്നെയും ഇടിക്കും. അപ്പോൾ ഇത് കണ്ടു കണ്ട് പറയുന്നത് തമാശയായി തോന്നുമെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു തീവ്രമായ എന്തോ വികാരം ഉടലെടുക്കുമെന്നും നവ്യ പറഞ്ഞു. എനിക്ക് പറയാൻ പറ്റുന്നത്, കുട്ടികളെ ഏറ്റവും അധികം മെന്റലി സ്വാധീനിക്കാൻ പറ്റുന്ന മേഖലയാണ് ഞാൻ ഉൾപ്പെടുന്ന സിനിമാ മേഖലയാണ്. എനിക്കെപ്പോഴും കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമ എന്ന് പറയുന്നത് ഞാനൊക്കെ അഭിനയിച്ച സിനിമകളും നാടോടിക്കാറ്റും, ടു കൺട്രീസ് തുടങ്ങിയ തമാശ സിനിമകളാണ്. അതൊക്കെ മാറി. കൊലപാതകങ്ങളും അസഭ്യമായ ഭാഷകൾ ഉപയോഗിക്കലും ഒക്കെയാണ് ഇപ്പോൾ ട്രെൻഡ്.